ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ലഞ്ച്, ഒരു ഈവനിങ് സ്നാക്ക് ഇത്രയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടിയും 1/2 കപ്പ് തേങ്ങയും 1 കപ്പ് പാലും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ ഫ്ലേവർക്ക് ഇഷ്ടമുള്ളെങ്കിൽ വേണമെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് അതിനെ ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക. കൂർഗുകാരുടെ പാൽപുട്ടെന്ന് പറയും, പാപ്പുട്ട്. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇനി നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ഇല്ലാതെ ചിക്കൻ ബിരിയാണി ഒരു 1 പോട്ട് റെസിപ്പിയാണ്. നമുക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കി സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ വളരെ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. അതിനാദ്യം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, 1 കഷ്ണം കറുവപ്പട്ട, അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 5-6 കാഷ്നട്ട്, 5-6 കറുത്ത മുന്തിരി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ആക്കുക. അതിലേക്ക് സവാള പൊടിയായിട്ട് എറിഞ്ഞതും പച്ചമുളക് നീളത്തിൽ കീറുകയോ വട്ടത്തിൽ അരിയോ ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പൊടിയായിട്ട് എറിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ബിരിയാണിയാണ്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ക്യാബേജ്, 1 കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പം അതിലേക്ക് 1 കപ്പ് ബിരിയാണി അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നേരത്തെ അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിയും, ഒരല്പം നാരങ്ങാനീര്, ഒരു അരമുറി നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കുക, അടച്ച് വയ്ക്കണം. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിയും. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമാകും. അഥവാ തുറന്ന് നോക്കിയിട്ട് വെള്ളം വറ്റാനുണ്ടെങ്കിൽ ഒരു ഇത്തിരി നേരം കൂടെ അതുപോലെ അടച്ചു വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലേ വെക്കാവൂ. പാകത്തിന് അരിയും വെന്ത് കാണും, വെള്ളവും എല്ലാം വറ്റും. നല്ല ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റുള്ള ചിക്കൻ ഇല്ലാത്ത ബിരിയാണി. കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊടുത്തു വിടാൻ വളരെ എളുപ്പമാണ്. കുട്ടികൾക്ക് നല്ല, വലിയവർക്ക് ഓഫീസിലൊക്കെ ലഞ്ച് കൊണ്ടുപോകാൻ രാവിലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. ഇത് പീച്ചാമ്പിടി എന്ന് പറയും. എല്ലാ നാട്ടിലും ഇങ്ങനെ പറയുമെന്ന് അറിയില്ല. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. റോസ്റ്റഡ് ഫ്ലോറാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. പിന്നെ 1 കപ്പ് ശർക്കര, 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇത്തിരി ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ അരിപ്പൊടിയിലേക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു സ്പൂണോ തടിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഇളകി ഒന്ന് മിക്സായി വരുമ്പം അതിലേക്ക് നമ്മൾ 1/2 കപ്പ് തേങ്ങയും 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി അതിനെ കയ്യിലൊന്ന് എണ്ണ തടകിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്നിങ്ങനെ വിരൽ കൊണ്ടൊന്ന് അമർത്തി പിടിച്ചെടുക്കും. അതാണ് പീച്ചാമ്പിടി എന്ന് പറയുന്നത്. ഇങ്ങനെ വിരൽ കൊണ്ടൊന്ന് പീച്ചിയെടുക്കും. അപ്പോൾ നമ്മുടെ ആ 4 വിരലിൻ്റെയും പാടതിലിങ്ങനെ വീഴും, ഒരു കുഴി പോലെ. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. നമ്മുടെ കൊഴുക്കട്ട തന്നെ വേറൊരു മോഡൽ, അത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിലുണ്ടാക്കാം. 4 മണിക്കൊക്കെ സ്കൂളും ഓഫീസും ഒക്കെ വിട്ട് വരുമ്പം ചായയുടെ കൂടെ കഴിക്കാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ ആ മാവെല്ലാം അങ്ങനെ ആക്കിയെടുക്കുക. ഇപ്പോൾ ദേ നമ്മളെല്ലാം അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വിരലിൻ്റെ ഒരു അമർത്ത് അങ്ങനെ ഷേപ്പ് അത്രേ ഉള്ളൂ. ഇനി അത് അപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് ആവി കൊണ്ടാൽ മതി. നല്ല തിളച്ച ശർക്കര ഒഴിച്ച് അരിപ്പൊടി വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ, എന്നാലും ഒരു 10 മിനിറ്റ് കൂടെ ആവി കയറ്റുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം. അപ്പോൾ ഇത് 3 ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.